ബാലുശ്ശേരി എം.എൽ.എ. ആയിരുന്ന സച്ചിൻ ദേവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആര്യയും ചേർന്ന് ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി അതിലെ ഡ്രൈവറെ അസഭ്യം പറഞ്ഞത് കേരളം മറന്നിട്ടുണ്ടാവില്ല. ഒരു MLA-യും മേയറും ചേർന്ന് ഒരു ഡ്രൈവറെ റോഡിൽ വണ്ടി ബ്ലോക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജോലി തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ മാനസികമായി ആക്രമിക്കുമ്പോൾ നോക്കി നിന്ന നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ മൂക്കത്ത് കൈവച്ചിരുന്നു. ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. നിസ്സഹായനായ ആ ഡ്രൈവറുടെ പേരാണ് യദു. തീർന്നില്ല ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ KSRTC ബസ്സിലെ ഡ്രൈവർ ജോലിയും ഈ മുൻ MLA-യുടെയും മുൻ മേയറുടെയും സ്വാധീനത്താൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ കഥ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. തിരക്കേറിയ തിരുവനന്തപുരം നഗരത്തിലൂടെ KSRTC ബസ് ഓടിച്ച് ഉപജീവനം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ KSRTC ബസ് പോകുമ്പോൾ അതിൻ്റെ പിറകിൽ ഓണടിച്ചു വന്നിരുന്ന MLA-യുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലുശ്ശേരി MLA ആയിരുന്ന സച്ചിൻ ദേവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ഭാര്യ ആര്യ രാജേന്ദ്രനും ചേർന്ന് ആ ചെറുപ്പക്കാരൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയത്. ഇപ്പോൾ ആര്യ രാജേന്ദ്രനും വീട്ടിലിരിക്കുകയാണ്, സച്ചിൻ ദേവും വീട്ടിലിരിക്കുകയാണ്. സച്ചിൻ ദേവിനെ ബാലുശ്ശേരിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഗംഭീരമായി പരാജയപ്പെടുത്തി വീട്ടിലിരുത്തി. തിരുവനന്തപുരത്ത് CPM-ന്റെ യോഗങ്ങളിലെല്ലാം ആര്യ രാജേന്ദ്രന് രൂക്ഷമായ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. പിണറായി വിജയന് പകരം മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേറ്റു. നിയമസഭാ സ്പീക്കറായി AN ഷംസീറിന് പകരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചുമതലയേറ്റു. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ തിരുവഞ്ചൂരിന് ഒരു കത്ത് നൽകി. അതായത് KSRTC-യിൽ CPM നേതാക്കന്മാരുടെ ഉരുക്കുമുഷ്ടി കാരണം ജോലി നഷ്ടമായി ജീവിക്കാൻ വേണ്ടി ഡെലിവറി ബോയിന്റെ വേഷമിടുന്ന യദു എന്ന ചെറുപ്പക്കാരന് ഒരു താൽക്കാലിക ജോലി നിയമസഭയിൽ കൊടുക്കണം, സെക്രട്ടേറിയറ്റിൽ കൊടുക്കണം. അവിടെ താൽക്കാലിക ഡ്രൈവറായി ആ ചാണ്ടിയുമ്മന്റെ ശുപാർശ കത്ത് പരിഗണിച്ച യദുവിന് ജോലി നൽകിയിരിക്കുകയാണ്. KSRTC-യിലെ താൽക്കാലിക ഡ്രൈവർമാരെല്ലാം അതിസമ്പന്നന്മാരായ ആളുകളല്ല. അതിസമ്പന്നന്മാർ പോയിട്ട് സമ്പന്നരുമല്ല, സാമ്പത്തികമായി വലിയ മെച്ചം ഉള്ളവരാരും തന്നെയല്ല. ഒരു നേരത്തെ വിശപ്പടക്കാൻ, തൻ്റെ മക്കൾക്ക് ഭേദപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ, തൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മരുന്ന് വാങ്ങാൻ വളയം തിരിക്കുന്നവരാണ് അവർ. ചിലപ്പോൾ MLA-യുടെ വാഹനത്തിൻ്റെ ഹോണടി കേട്ട സൈഡ് കൊടുക്കാൻ 1-2 മിനിറ്റ് വൈകി എന്നെല്ലാം വരാം. എന്നാൽ അതിൻ്റെ പേരിൽ നടു റോഡിൽ തടഞ്ഞു നിർത്തി അധികാരത്തിൻ്റെ മർക്കടമുഷ്ടി കാണിക്കുകയല്ല വേണ്ടത്. അധികാരത്തിൻ്റെ മർക്കടമുഷ്ടി കാണിച്ച് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ യദുവെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മാനത്തിന് വില പറഞ്ഞ്, അതും പോരാഞ്ഞിട്ട കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിൽ പറയുന്ന പോലെ അതുകൊണ്ടരിശം തീരാഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ്റെ KSRTC-യിലെ താൽക്കാലിക ജോലിയും തെറിപ്പിച്ചാണ് സച്ചിൻ ദേവിൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും കലിയടങ്ങിയത്. ഇവർ വിചാരിച്ചത് കാലാകാലം CPM തന്നെ കേരളം ഭരിക്കുമെന്നാണ്. എന്നാൽ പ്രബുദ്ധരായ വോട്ടർമാരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അവർ സമയം വന്നപ്പോൾ കൃത്യമായി വോട്ടിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. യദുവിനെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർ അവരുടെ പ്രതിഷേധം അറിയിച്ചത് ബാലുശ്ശേരിയിൽ വോട്ടിലൂടെയാണ്. ബാലുശ്ശേരിയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു തോൽവി CPM-ന് ഉണ്ടായിട്ടില്ല. ഇത്തവണ സച്ചിൻ ദേവിനെ വീട്ടിലിരുത്താൻ CPM-കാർ അടക്കം തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് ബാലുശ്ശേരി മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും യദുവെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇനി തൻ്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി, തൻ്റെ കുടുംബത്തിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു താൽക്കാലിക ജോലിക്കാരനായിരിക്കുകയാണ്. ആ ജോലി നൽകാൻ സന്മനസ് കാണിച്ച, അല്ലെങ്കിൽ തൻ്റെ ജോലി ആയിരുന്ന KSRTC ജോലി നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെയും വ്യക്തിവൈരാഗ്യത്തിൻ്റെയും പ്രതികാര ബുദ്ധിയുടെയും പേരിൽ നഷ്ടപ്പെടുത്തിയതിന് കേരളം ഒരു പ്രായശ്ചിത്തം ചെയ്തിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന് താൽക്കാലികമായെങ്കിലും ഒരു ജോലി കൊടുക്കാൻ സന്മനസ് കാണിച്ച ചാണ്ടിയുമ്മനെയും നിയമസഭാ സ്പീക്കറെയും നമുക്ക് അഭിനന്ദിക്കാം.